നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഡാറിൽ തെളിഞ്ഞ ആ സിഗ്നൽ കണ്ടുകൊണ്ട് അതിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മണ്ണ് മാറ്റാൻ തുടങ്ങിയിട്ട് 5 മണിക്കൂറായി. പക്ഷേ സന്തോഷം പകരുന്ന പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത പോലും അവിടെ നിന്ന് ഇതുവരെ വന്നിട്ടുമില്ല. 11 മണിക്ക് എത്താമെന്ന് അറിയിച്ച സൈന്യം 2 മണിയോടുകൂടി മാത്രമേ എത്തുകയുള്ളൂ എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. മഴയും അതിശക്തമായി തന്നെ പെയ്യുകയാണ്. ഉത്തര കന്നഡ ജില്ലയിലെ അഗോള താലൂക്കിലെ ശിരൂരിൽ മണ്ണിടിഞ്ഞ് 6 ദിവസമായി കുടുങ്ങിക്കിടക്കുകയാണ് കോഴിക്കോട് സ്വദേശിയായ അർജുൻ. ഭാരത് ബെൻസിന്റെ 12 വീലുള്ള ലോറിയിൽ തടിയുമായി കേരളത്തിലേക്ക് വരുമ്പോഴായിരുന്നു ഈ ലോറിയുടെ മുകളിലേക്ക് മണ്ണ് ഇടിഞ്ഞു വീണത്. പക്ഷേ 6 ദിവസം പിന്നിടുമ്പോഴും ഇപ്പോഴും ആ ലോറിയിലായതിനാൽ അർജുന ലോറിയിൽ ഉണ്ടാകും, അതിനകത്തായതിനാൽ തന്നെയാണ് ഒരു പോറൽ പോലും പറ്റാതെ ഒരുപക്ഷെ രക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം പറയുന്നത്. ലോറിയുടെ GPS മണ്ണിനടിയിൽ നിന്ന് കാണിക്കുന്നതും മൊബൈൽ ഫോൺ ഇടയ്ക്കിടെ ഓൺ ആയതും പ്രതീക്ഷ നൽകിയതാണ്. സൈന്യം ഇന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുന്നതോടെ കുടുംബവും സുഹൃത്തുക്കളും ആത്മവിശ്വാസത്തിലാണ്. വാഹനത്തിന്റെ ബാറ്ററി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ GPS ലൊക്കേഷൻ കാണിക്കുമെന്ന് വാഹന മേഖലയിലുള്ളവർ പറയുന്നു. ലോറിയുടെ ക്യാബിൻ ആധുനിക രീതിയിലുള്ളതാണ്. ഉള്ളിൽ നല്ല സ്ഥല സൗകര്യങ്ങളുമുണ്ട്. മണ്ണും ചെളിയും മൂടിയാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധാരണ നിലയിൽ കഴിയില്ല. രാജ്യാന്തര നിലവാരത്തിലുള്ള ശക്തിയുള്ള ക്യാബിനാണ്. ക്രാഷ് ടെസ്റ്റിംഗ് അടക്കം നടത്തിയ ക്യാബിനായതിനാൽ തന്നെ അതിൻ്റെതായ ഗുണവും ഉണ്ട്. മണ്ണ് വന്ന് മൂടിയാൽ ക്യാബിൻ തകരുകയില്ല. മലയിടിഞ്ഞപ്പോൾ എത്ര ശക്തിയിലാണ് മണ്ണ് വീണത് എന്നോ പാറകൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യവും വ്യക്തമല്ല. എൻജിൻ ഓണാണെങ്കിൽ AC കിട്ടില്ല. AC കിട്ടണമെങ്കിൽ വാഹനം ഓണാകണം. ക്യാബിനിലെ ഓക്സിജന്റെ അളവ് പ്രധാനമാണ് എന്നും വിദഗ്ധർ തന്നെ പറയുന്നു. വാഹനത്തിൽ വെള്ളം ഉണ്ടായിരുന്നതും പ്രതീക്ഷ നൽകുന്നുണ്ട്. വീട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതോടുകൂടിയാണ് കർണാടക അധികൃതർ രക്ഷാപ്രവർത്തനം ഊർജിതം ആക്കിയത്. അർജുന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ലോറി ഉടമയും അർജുൻ തിരിച്ചു വരുന്നതും കാത്ത ശിരൂരിലുണ്ട്. കന്യാകുമാരി പനവേൽ ദേശീയപാത 66-ൽ ബാംഗ്ലൂരു ഗോവ റൂട്ടിൽ അഗോളയ്ക്ക് സമീപം ശിരൂരിലാണ് അർജുൻ ഓടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽ പെട്ടത്. ചൊവ്വാഴ്ച രാവിലെ 8:30 അപകടം.